ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവീസിന്റെ ഓണസദ്യയുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യയുടെ അന്ന് ഉണ്ടാക്കേണ്ട കറികളുടെ ലിസ്റ്റിൽ നമ്മൾ 4 കറികൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഏതൊക്കെ? പരിപ്പ്, സാമ്പാർ, അവിയൽ, തോരൻ. അപ്പൊ ഇനി അടുത്തുണ്ടാക്കാൻ പോകുന്നത് 2 ടൈപ്പ് കിച്ചടിയാണ്. പൊതുവെ സദ്യകളിൽ വെള്ളരിക്ക കൊണ്ടുള്ള തൈര് ചേർത്ത കിച്ചടിയാണ് സാധാരണയായിട്ട് കാണുന്നത്. എന്നാൽ ഞാൻ അതിനോടൊപ്പം ഒരു വെറൈറ്റി കിച്ചടിയും കൂടെ കാണിക്കുന്നുണ്ട്. അത് ടൊമാറ്റോ വെച്ചിട്ടുള്ള കിച്ചടിയാണേ. നമ്മുടെ സദ്യയില് അച്ചാറ് കഴിഞ്ഞ അടുത്ത സ്ഥാനം കിച്ചടിക്കാണ്. കിച്ചടി വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കറിയാണ്. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക കിച്ചടിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക ഏതാണ്ട് ഈ സൈസിൽ വേണം കട്ട് ചെയ്യാനുള്ളത്. അടുത്ത് വേണ്ടത് 3 പച്ചമുളക്. അടുത്ത് വേണ്ടത് തേങ്ങ, പിന്നെ തൈര്, കറിവേപ്പില, കോക്കനട്ട് ഓയിൽ. അടുത്ത പൊടികളാണേ: ഉപ്പ്, ജീരകം, കടുക് വറക്കാനുള്ള വറ്റൽമുളക്, കടുക്. ഇത്രയുമാണ് നമുക്ക് കിച്ചടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ഗ്യാസ് ഓണാക്കി ഒരു പാൻ വെക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇടണം. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വേവിക്കണം. 1/2 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, കാരണം നമ്മൾ വെള്ളരിക്കയാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് വെള്ളം വേഗം ഇറങ്ങും. ഈ സമയം കൊണ്ട് നമുക്ക് കൂട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും പച്ചമുളകും ഇടുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകവും കൂടെ ഇട്ട് അരച്ചെടുക്കണം. ഇനി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കൂ. ഈ തേങ്ങയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഡയറക്റ്റ് ആയിട്ട് വെറുതെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരയ്ക്കുമ്പോൾ അത് നന്നായിട്ട് വെള്ളം ഇല്ലാതെ ഒന്ന് പൊടിഞ്ഞു കിട്ടും. നന്നായിട്ട് പൊടിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് നല്ല മഷി പോലെ അരയുകയും ചെയ്യും. നമുക്ക് വളരെ പെട്ടെന്ന് അരച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതാ അരച്ചെടുത്തിട്ട് ഇപ്പം വരാം. നമ്മുടെ വെള്ളരിക്ക വെന്തോ ഇല്ലേന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വെള്ളരിക്ക ഏതാണ്ട് 1/4 ഭാഗമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഏതാണ്ട് 1/4 ഭാഗവും വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ കറി ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൂട്ടിടാം. കൂട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിക്കാം. തൈര് ഒഴിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള തൈരിന്റെ പുളി അനുസരിച്ച് വേണം തൈരിന്റെ അളവ് നിശ്ചയിക്കാൻ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈര് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ മീഡിയം പുളിയുള്ള തൈരാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. കാര്യം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ കറി തിളക്കരുത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കടുവറക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടുമ്പോൾ 2-3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും. എന്നിട്ട് ഇതിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക കിച്ചടി ആയിക്കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ടൊമാറ്റോ കിച്ചടിയാണ്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കിച്ചടിയാണ്. അപ്പൊ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ടൊമാറ്റോയാണ്. ഇവിടെ ഞാൻ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. അടുത്ത് വേണ്ടത് 3 പച്ചമുളക്. അടുത്ത് വേണ്ടത് തേങ്ങ, പിന്നെ തൈര്. അടുത്ത് വേണ്ടത് കുറച്ച് പഞ്ചസാര, കറിവേപ്പില, കോക്കനട്ട് ഓയിൽ. അടുത്ത പൊടികളാണേ: ഉപ്പ്, ജീരകം, കടുക് വറക്കാനുള്ള വറ്റൽമുളക്, കടുക്. ഇത്രയുമാണ് നമുക്ക് കിച്ചടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ഗ്യാസ് ഓണാക്കി ഒരു പാൻ വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ എണ്ണയോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ ടൊമാറ്റോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇത് അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. എന്നാൽ അതിന്റെ ആ കരിഞ്ഞ കളർ നമ്മുടെ കിച്ചടിയിൽ വരും. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കണം. ഈ വഴറ്റണ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ കൂട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുക്കുമ്പം ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണു. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വെള്ളരിക്ക കിച്ചടിയില്ലേ, അതിന്റെ സെയിം കൂട്ട് തന്നെയാണ് ഈ കിച്ചടിക്കും. അപ്പൊ നിങ്ങൾ അരയ്ക്കുമ്പം 2ഉം കൂടെ ഒരുമിച്ച് അരച്ചിട്ട് ആവശ്യാനുസരണം 2 എണ്ണത്തിലും ഇട്ടാൽ മതി. ഇതിലും തേങ്ങ, ജീരകം, പച്ചമുളക് ഇത് 3ഉം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ടൊമാറ്റോ നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 1/4 ഗ്ലാസ് വെള്ളം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വേവിക്കാം. ഒരു 2-3 മിനിറ്റ് അത്രയും മതി.
2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം. നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂട്ടിട്ട് ഒന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് ചെറുതായിട്ട് ചൂടാക്കാം. ചൂടാക്കിയ ശേഷം ഇതിലേക്ക് 2 സ്പൂൺ തൈര് ഒഴിക്കാം. കൂടുതൽ തൈര് ഒഴിക്കേണ്ട, കാര്യം ടൊമാറ്റോയ്ക്ക് ഓൾറെഡി പുളിയുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പഞ്ചസാര, ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അതിനെ കടുവറുത്തിടണം. അതിനു വേണ്ടി പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടുമ്പോൾ 2-3 വറ്റൻമുളക് മുറിച്ചിട്ട് കൊടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും. എന്നിട്ട് ഇതിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായ ടൊമാറ്റോ കിച്ചടിയും ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ സദ്യയുടെ ബാക്കിയുള്ള കറികള് വടക്കൂട്ടുകറി, ഓലൻ, മോരും, പിന്നെ പ്രഥമനും പാലടയുമാണ്. അതിനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാമേ. അപ്പോഴേ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുവാണേ, ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഓണസദ്യ സീരീസേ എല്ലാവരും ഒന്നുപോലും വിടാതെ കാണണേ. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്കിടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.